ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ കിദ്രോൻ താഴ്വരയെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നീട് യോശിയ രാജാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ താൻ പെസഹ ആചരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 2 രാജാക്കന്മാർ 23 അധ്യായം 21 വാക്യം. അനന്തരം രാജാവ് സകല ജനത്തോടും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കുവിൻ എന്ന് കൽപ്പിച്ചു. 22 വാക്യം. ഇസ്രായേലിനും ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലത്ത് മുതൽക്കേ ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലൊരു പെസഹ ആചരിച്ചിട്ടില്ല. പെസഹ എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പെസഹ ആദ്യം ഇസ്രായേൽ മക്കൾ ആചരിച്ചത് മിസ്രൈമിൽ വെച്ചാണ്. പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. വെളിവിനായി ദൈവം അവിടെ പെസഹ ആചരിക്കേണ്ട വിധത്തെ പറ്റിയും അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ടുള്ള പ്രിപ്പറേഷൻസിനെയും പറ്റിയൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അത് എങ്ങനെ എപ്പോൾ ആചരിക്കണം എന്ന് കൃത്യമായി അവർക്ക് അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. പെസഹ ആചരിക്കേണ്ടത് 1 മാസത്തിൻ്റെ 14 ദിവസം. ആവർത്തന പുസ്തകം 16 അധ്യായം 1 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടണം. അബീബ് മാസമായിരുന്നു ഇസ്രായേൽ മക്കൾ പെസഹ ആചരിച്ചത്. പെസഹ എന്ന് പറയുമ്പോൾ അത് ഓർമ്മിപ്പിക്കുന്നത് അടിമത്തത്തിൽ നിന്ന് ഒരു വിടുതലാണ്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് യഹോവയായ ദൈവം അവരെ വിടുവിച്ച വിധത്തെ ഓർക്കുന്ന ഒരു ദിവസമാണ് പെസഹ. പുറപ്പാട് പുസ്തകം 12 അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ അവിടെ ഇസ്രായേൽ മക്കളുടെ അടുത്ത തലമുറ പെസഹ എന്താണ് എന്ന് പിതാക്കന്മാരോട് ചോദിച്ചാൽ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച യഹോവയെ പറ്റിയും ദൈവിക പ്രവൃത്തിയെയും പറ്റിയും തങ്ങളുടെ മക്കളോട് വിവരിക്കണം എന്ന് യഹോവ അവരോട് പറയുന്നുണ്ട്. പെസഹ ഒരു മെമ്മോറിയൽ സർവീസാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ. ഇസ്രായേൽ മക്കൾ പെസഹ ആചരിക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നുണ്ട്. ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കണ്ടപ്പോഴാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചത്. സംഹാരദൂതൻ അവരെ വിട്ട് പോയത്. പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമുക്കും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യോഹന്നാൻ സ്നാപകൻ നമ്മുടെ യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ഈ കുഞ്ഞാടിനെ ഓർക്കുവാൻ നമ്മളെല്ലാ ആഴ്ചവട്ടത്തിൻ്റെയും 1 ദിവസം കൂടി വരാറുണ്ട്, അല്ലേ? നമ്മുടെ പാപത്തിനായിട്ട് യാഗമായി തീർന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അന്ധകാരത്തിൽ കിടന്ന നമ്മെ, ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മളെ, തീർത്തും അയോഗ്യരായിരുന്ന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ മുഖാന്തരമായി തീർന്ന ആ കാൽവരി കുരിശിലെ യാഗം, നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവ് സഹിച്ച വ്യഥകൾ എത്രയോ വലുതാണ്. നമുക്ക് വേണ്ടി നിന്ദകൾ പരിഹാസങ്ങളേറ്റ നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസം കൂടി വരുമ്പോൾ ഓർക്കുന്നത്. നമുക്ക് വേണ്ടി ക്രൂശിലെ മരണം വരെയും സഹിച്ച നമ്മുടെ കർത്താവിനെ നമ്മുടെ മരണം വരെയും ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം, ആരാധിക്കാം. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മാത്രമല്ല, പെസഹ ഓർമ്മിപ്പിക്കുന്നത് അടിമത്തത്തിൻ്റെ ദേശത്തു നിന്ന് അവർക്കൊരു വാഗ്ദത്ത ദേശം ഉണ്ട്. അതിലേക്കുള്ള യാത്രയാണ്. തേനും പാലും ഒഴുകുന്നതായ ഒരു ദേശം, അതായത് സമൃദ്ധിയുള്ള ഒരു ദേശം. പ്രിയ സഹോദരിമാരെ, നാമും ഒരു മരുഭൂമി യാത്രയിലാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരു വീട് ഒരുക്കുന്നുണ്ട്. ഒരു വാഗ്ദത്ത നാട് നമുക്കും അക്കരെ നാട്ടിലുണ്ട്.
ഓരോ ആഴ്ചയിലും കർത്തൃമേശയിൽ നിന്ന് നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, മറ്റൊന്ന് നമ്മുടെ കർത്താവ് തന്ന വാഗ്ദത്തത്തെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവ് വേഗം വരും. കർത്താവിൻ്റെ വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുവാനും അവൻ്റെ വരവിൻ്റെ പ്രത്യാശയാൽ നിറയ്ക്കുവാനും നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ് കർത്തൃമേശ. പ്രിയ സഹോദരിമാരെ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ ഒരു കൽപ്പന എത്രത്തോളം വിശുദ്ധിയോടും ഒരുക്കത്തോടുകൂടി നമ്മൾ ഇതിനെ കാണുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ യോശിയ രാജാവിൻ്റെ മുൻപ് കാലങ്ങളോളം ഈ പെസഹയുടെ ആചരണം നിന്നുപോയിരുന്നു. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച ദൈവത്തെ ഇസ്രായേൽ മക്കൾ മറന്നുപോയിരുന്നു. എന്നാൽ ഇതാ ഇവിടെ യോശിയ രാജാവ് പെസഹ ആചരിക്കുവാൻ മുൻകൈ എടുക്കുന്നു. ഈ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും വല്ലഭത്വത്തെയും മനസ്സിലാക്കിയ യോശിയ രാജാവ് ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുവാൻ മുൻകൈ എടുക്കുന്നു. പെസഹ ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യവും യോശിയ രാജാവ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഈ പെസഹ ആചരിക്കുവാൻ വേണ്ടിയ കാര്യങ്ങളും മുന്നൊരുക്കങ്ങളുമൊക്കെ യോശിയ രാജാവ് മുൻകൈയെടുത്ത് ചെയ്തു. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനൊരു പെസഹ അതിൻ്റെ മുൻപോ പിൻപോ ആചരിച്ചിട്ടില്ല എന്നാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.